അതായത് കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു കേശവനെ കാണുന്നത്, നമ്മുടെ പഴയ കേശവൻ, മൂപ്പർ കേശവ പ്രസാദ്. അപ്പോൾ കേശവ പ്രസാദിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കാം. നമസ്കാരം, ഞാൻ കേശവ പ്രസാദാണ്. എൻ്റെ മൊയ്നു എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഒരു ബാല്യകാലമുണ്ട്. റെയിൽവേ കോളനി എന്ന് പറയും. അതായത് റെയിൽവേ കോളനിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഒരുപാട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വളർന്ന് ഓരോ പരിധിയിൽ ഓരോ ഭാഗത്തായി. ഞാൻ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ എപ്പോഴും കാണും മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ യാദൃശ്യമായിട്ടൊന്ന് നമ്മുടെ കണ്ടുമുട്ടിയപ്പോൾ എന്തെന്നെ ആയാലും, അതായത് കേശവപ്രസാദ് ചെറുപ്പത്തിൽ പാടുമ്പോൾ ഒന്ന് നിർത്തണപ്പാ കളി കഴിഞ്ഞിട്ട് പോരാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവണമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ ഒരു കലാമന്ദിരം ഉണ്ട്. കലാമന്ദിരിൽ അവിടെയുള്ള ഏകദേശം 3000 ചില്ലാനം ക്വാർട്ടേഴ്സിന് ആളുകൾ മൊത്തം ഒത്തുകൂടും. അങ്ങനെ കേശവന്റെ പാട്ടുണ്ടാവും, ഞങ്ങളെല്ലാവരും കൂക്കും. അങ്ങനെ ഒരു ദിവസം, അതായത് 1989-90 കേശവൻ പാടിയപ്പോൾ കൂക്കിയ ഞങ്ങളെല്ലാം സ്റ്റക്കായിട്ടിരുന്നു. അതായത് SPB, നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന SP ബാലസുബ്രഹ്മണ്യൻ സാറിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ്. സാറിന്റെ കൂടെ പാടിയിട്ടുണ്ട്. അപ്പോൾ കേശവ പ്രസാദിന്റെ പേരെന്നെ മാറിയിട്ട് ഞങ്ങൾ SPB, ജൂനിയർ SPB എന്നൊക്കെയാണ് വിളിക്കുക. SPBന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു ദിവസം, കേശവൻ മിണ്ടാതിരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ SPB മരിച്ചെന്നാണ്. സത്യം. ഞാൻ 3 ദിവസം ശരിക്കും എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അന്നത്തെ ആ ഒരു പാട്ട്. അതും ഞാൻ വീണ്ടും പറയണം, കാരണം ആ സമയത്ത് വളരെ ഹിറ്റായിട്ടുള്ള നമ്മുടെ കരകാട്ടക്കാരൻ്റെ സിനിമയിലെ പാട്ടായിരുന്നു അത്. சுத்தி சுத்தி விளக்கி வச்ச வெங்கலத்து செம்பு அத தொட்டெடுத்து தலையில் வச்ச பொங்குதடி தெம்பு பட்டெடுத்து உடுத்தி வந்த பாண்டியரு தேரு இப்போ கிட்ட வந்து கிணறுதடி என்ன படு ஜோரு கண்ணுக்கழகா பொண்ணு சிரிச்சா பொண்ணு மனச தொட்டு பறிச்சா தன்னம் தனியா எண்ணி ரசிச்சா பின்னு மனச விட்டு பறிச்சா ஏறெடுத்து பார்த்து எம்மா நீரெடுத்து ஊத்து சீரெடுத்து வாரை எம்மா சேர்த்து என்ன பேத்து நித்திரச்சவிக்கும் முத்திரச்சவிக்கும் நித்த எம்பதில் சொல்லணும் மயில் மாங்குயிலே பூங்குயிலே சேதி ஒண்ணு കേള് ഒണ്ണ മാലയിട തേടി വരും നാള് എന്ത നാള്. ഈ പാട്ട് പാടിയോടെ കൂവി എല്ലാവരും കൈയടിച്ചു. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കേശവന് കൈകടിച്ച്, അതായത് ആ കൈയടി വീണ്ടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നു ഒരുപാട് സ്റ്റേജുകൾ. അതിലും ഒരു നന്ദി പറയാനുള്ള നമ്മുടെ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ അതിലൂടെയാണ് ആദ്യമായിട്ട് എന്നെ പ്രൊഫഷണലായിട്ട് ചില ട്രൂപ്പുകൾ വിളിക്കുകയും നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ആണെങ്കിൽ പോലും അതല്ല പ്രശ്നം, പക്ഷെ കുറെ സ്റ്റേജുകൾ കിട്ടാൻ. അതെ, തീർച്ചയായും. നമ്മുടെ സോമേട്ടൻ, അവരൊന്നും മറക്കാൻ പറ്റില്ല. സോമേട്ടനൊക്കെയാണ് വേറൊരു ചാൻസ്. അന്ന് എന്തോ ഒരു പേരുണ്ടായിരുന്നു, സാരംഗി ഓർക്കസ്ട്ര, മനീഷ ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂരപ്പറമ്പുകൾ, അങ്ങനെ നമ്മൾ അങ്ങനെ തുടങ്ങി ഹിറ്റായിട്ട് ഇങ്ങനെ വന്നു. പക്ഷെ ഇന്ന് പാടാൻ കേശവനെ ഇവിടെ കിട്ടില്ല എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. പിന്നെ മലയാളത്തില് നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദുചുംബനങ്ങൾ നൽകാൻ താരാപഥം ചെയ്തുവരം. ആ പാട്ട് ഒരുപാട് അദ്ദേഹം എന്നുള്ള ഒരു വ്യക്തി ജീവൻ തന്നെയാണ് വേറൊരു കാര്യം കൂടെ. അദ്ദേഹത്തോട് ആരാധന മാത്രം തോന്നിയിട്ടല്ല, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും. ഞാൻ കോറസ് പാടാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലേ മെറിഡിയനിലായിരുന്നു, നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മളായിരുന്നു കൂടെ എല്ലാ പാട്ടിനും കോറസ് ഒക്കെ പാടിയത്. പിന്നെ അത് എനിക്ക് തോന്നുന്നു 2009 ശേഷമൊക്കെ, 2009-11 ഇടയിലാണ്. വല്ലാത്ത ഭയങ്കര ഒരു ഭാഗ്യം തന്നെയായിരുന്നല്ലോ. അല്ലാതെ എങ്ങനെയാണ് ആ ചാൻസ് വന്നത്? അത് നമ്മുടെ കോഴിക്കോട് ബേസ്ഡ് ഓർക്കസ്ട്ര ആയിരുന്നു, അവരാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരോട് പോകുന്നതാണ്. അവരോട് പോയി. എന്നിട്ട് പുള്ളിയുടെ കൂടെ ഏത് പാട്ടാണ് പാടിയത്? പുള്ളിയുടെ കൂടെ നമ്മൾ കോറസ് പാടും. ഇപ്പോൾ കാട്ടുകുയിലാണെങ്കിൽ പോടാ എല്ലാം വിട്ട് അതിൻ്റെ അതിൽ ആ പാട്ടിൽ ഇങ്ങനെയല്ലോ, போடா எல்லாம் விட்டு தள்ளு பழச எல்லாம் சுட்டு தள்ளு புதுசா இப்போ பிறந்தோமென்னு எண்ணிக்கொள்ளடாடு அதைட்டு ஊதக்காத்து வீசு உழவுக்குள்ள அச்சு வெள்ளம் பச்சரிசி வெட்டி வச்ச செங்கரும்பு അത്തണയും തിത്തിക്കീര നാൾട്ടാ. അതൊക്കെ കോറസാണ്. അങ്ങനത്തെ കോറസ് ഈ കൂട്ടത്തിൽ പാടില്ലേ. പക്ഷെ ആ സ്റ്റേജിൽ നമ്മൾ ഉണ്ടെന്നുള്ളതാണ് അതിന് വലിയൊരു കാര്യം തന്നെയല്ല. അതുപോലെ തന്നെ നമ്മൾ പണ്ട് 2-3 ട്രാക്കൊക്കെ നമുക്ക് പാടാനൊക്കെ നമുക്ക് ഈ ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് അത് നമ്മൾ പാടി ചിലപ്പം അതിനുശേഷം ആരാ പാടുന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഒരു ചാൻസസ് ആണ്. ഇതെല്ലാം തുടക്കം കുറിച്ച് നമ്മുടെ കലാമന്ദിരാണ്. അത്ര
അല്ല പിന്നെ SPB കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം യാതൊരുവിധ ഈ സംഗീതമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതകളോ പാട്ടോ പ്രാക്ടീസോ ഒന്നുമില്ല, ഇൻബോൺ ടാലൻ്റ് ആയിട്ട് വന്നൊരു മനുഷ്യനാണല്ലോ അല്ലേ? ഓക്കെ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ദൈവം കൊടുക്കുക എന്നുള്ളതാണല്ലോ നമുക്ക്. നമ്മുടെ ശബ്ദം എന്നുള്ള സാധനം ദൈവം തരണം. പിന്നെ ശ്രുതി, താളം, ലയം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം അവിടെ നിന്ന് കിട്ടിയിട്ട് അതിലേക്കുള്ള ഒരു വഴി കണ്ടെത്തി അതിലേക്ക് കടന്നു പോവുക എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ കഴിവും ബാക്കിയുള്ളതൊക്കെ വരുന്നത്. ഞാൻ തിരിച്ചത് വേറൊന്നിനല്ലേ, വേറൊരാണെങ്കിൽ പറയാൻ പറ്റില്ല. ഇതേപോലെ ഒരു ദിവസം ഓർക്കുണ്ടോ നീ ഇങ്ങനെ വളരെ കാര്യമായിട്ട് സംഗീതത്തിനെ കുറിച്ച്? അതിന്ന് ഞാനുണ്ട്, ജനീലുണ്ട്, വേറെ ആരൊക്കെ ഉണ്ട്, ആരനെ ഓർക്കില്ല. ശ്രുതി, താളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഇടയിൽ കൊണ്ടാ ബോധം കൂടി വേണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ ശ്രുതി താളം മാത്രം പറയും, ബോധം കൂടി വേണം. അത് ചില ആൾക്കാർ നമ്മൾ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് സന്തോഷ് കേശവൊക്കെ വലിയ പ്ലേബാക്ക് സിംഗറാണ്, കുറച്ചും കൂടെ താളത്തിൽ പാടും എന്നൊക്കെ കളിയാക്കിയിട്ടേ അവരൊക്കെ വലിയ സിംഗേഴ്സായി. അല്ല അന്നത്തെ ഓരോ ഇതാണ്. പിന്നെ അദ്ദേഹം ജനിച്ച ആ ഒരു യുഗം നോക്കുക, MS വിശ്വനാഥൻ, ഇളയരാജ എന്താ പറഞ്ഞ മഹാന്മാരെ പാട്ടുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വേറൊരു ചാൻസ്. തീർച്ചയായും. അരച്ച സന്തനം അണക്കും കുങ്കുമം അഴക് നെത്തിയിലേ, ഒരു അഴക് പെട്ടകം പുതിയ പുത്തകം സിരിക്കും പന്തലിലേ, മുഴു സന്ധിരൻ വന്നത് പോൽ ഒരു സുന്ദരി വന്നതെന്ന്, മുഴു സന്ധിരൻ തന്നര പല മായങ്ങൾ സെഞ്ചതെന്ന്, ഇത് പൂവോ പൂന്തേരോ. ഈ പാട്ട് അതുപോലെ ഈ ചിന്നത്തമ്പി എന്നുള്ള പാട്ട് പടത്തിൻ്റെ ഒരു ഹിറ്റ് എന്ന് വെച്ചാൽ 6 പാട്ടുകളും ഇളയരാജ വീട്ടിൽ നിന്ന് സ്റ്റുഡിയോ എത്തുന്ന ഉള്ളിൽ കമ്പോസ് ചെയ്താണ്. ഇരുന്ന് നോട്ട് എഴുതി വച്ച പാട്ടുകളാണ്, അത്രയും പോപ്പുലറായ പാട്ടുകൾ. ആ കാലഘട്ടത്തിൽ ജനിക്കുക, അത് പാട്ട് പാടാൻ പറ്റുക, കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വേറെ എന്താ വേണ്ടത്? അതൊക്കെയായിരുന്നു നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഗുണം. തീർച്ചയായും. ഇനിയിപ്പോൾ അടുത്ത ഏതാണ് ഒരു നല്ലൊരു പാട്ട്? നല്ല പാട്ട് വെച്ചാൽ എല്ലാം അദ്ദേഹത്തിൻ്റെ നല്ല പാട്ട്. ഇപ്പം നമ്മുടെ പുതു അർത്ഥങ്ങളിലും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. ഈ പുതു അർത്ഥങ്ങൾ ഈ 80 to 95 എല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. അതിനകത്ത് ഇപ്പോൾ നമ്മളുടെ കോളേജ് ലൈഫിൽ, സ്കൂൾ ലൈഫിലൊക്കെ ഉള്ള കേളടി കൺമണി പാടകൻ സംഗതി നീതൈ കേൾപ്പതാൽ നെഞ്ചിലൂർ നിന്മതി, ആ പാട്ട്. പിന്നെ എന്തിനു പറയുന്നു, ഇളയനില പൊഴിகிறதே ഉലാപ്പൂക്കും മേഘം കനക്കാണുമേ വിഴ കാണുമേ വാനമേ ഇളയനില. അത് പിന്നെ ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഉദയഗീതം, സംഗീതമേഘം തേൻ സിന്തും നേരം ആകായം പൂക്കൾ തൂവും കാലം, അത് ഇഷ്ടം പോലെ. നമുക്ക് ഏറ്റവും സൂപ്പർ ഹിറ്റ് ഒരു കാലത്തുള്ള ആയിക്കോട്ടെ, കാട്ടുക്കുള്ളേ ആയിക്കോട്ടെ, നമുക്ക് അനുഭവം വെച്ച് തുടങ്ങാം. ഞാനിപ്പോൾ ഇങ്ങനെ തുടങ്ങാം കേട്ടോ. ஓடா எல்லாம் விட்டு தள்ளு பழசு எல்லாம் சுட்டு தள்ளு புதுசா இப்போ பிறந்தோமென்னு எண்ணிக்கொள்ளடாடு. രസായി, എല്ലാരും കൂടി ഇട്ടെറിഞ്ഞ് പോകും. ഇവിടെ പോകുന്നില്ല, പാടി നോക്കി നിങ്ങൾക്ക് പാട്ടുണ്ടാവും. രസായി. ഞാൻ തുടങ്ങി. போடா எல்லாம் விட்டு தள்ளு பழசு எல்லாம் சுட்டு தள்ளு புதுசா இப்போ பிறந்தோமென்னு எண்ணிக்கொள்ளடாடு. பயணம் என்ன போனால் என்ன, பாதை 100 ஆனால் என்ன, தோட்டம் வைத்தவன் தண்ணீர் விடுவான் சும்மா இல்ல. வரல உள்ள மட்டும் நானே உசுர கூடத்தானே, என் நண்பன் கேட்டால் வாங்கிக்கின்னு சொல்லுவேன், என் நண்பன் போட்ட சோறு நிதமும் தின்னேன் பாரு, சோகம் விட்டு சொர்க்கம் தொட்டு ராகம் விட்டு தாளம் விட்டு பாட்டு பாடும் வானம் பாடி நாம் தான், காட்டுக்குயில மனசுக்குள்ள பாட்டுக்கென்னும் பஞ்சம் இல்ல பாடத்தான். ഓക്കെ, റെഡി. ഞാൻ പാടിയാലേ. പിന്നെ അതിൽ ശരിക്കും ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സുന്ദരി, അത് നല്ല ടഫാണ്, എന്നാലും നമുക്ക് പാടാമല്ലോ, നല്ല പാട്ടല്ലേ. സുന്ദരി കണ്ണാലൊരു സേതി சொல்லடி இந்நாள் நல்ல தேதி, என்னையே தந்தேன் உனக்காக, ஜென்மமே கொண்டேன் அதுக்காக, நான் உன்னை நீங்க மாட்டேன், நீங்கினால் தூங்க மாட்டேன், சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி ഇന്നാൾ നല്ല തേതി. ഇങ്ങനെയൊക്കെ പോണു മോനു എന്തായാലും.
അടിപൊളി. വേറെ നല്ല ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇതെന്താ പറയുക, ഇതൊരു വ്ളോഗായിട്ടൊന്നല്ല, നമ്മളൊന്ന് കണ്ടുമുട്ടി. പിന്നെ എന്താ പറയുക, നിൻ്റെ ആ തൊണ്ടയിൽ കൂടെ വരുന്ന SPBയുടെ സൗണ്ട്, ആ സൗണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ എന്തെന്നായാലും അടിപൊളിയായിട്ട് ഇനിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. ഇതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മളല്ലാതായിട്ട് ഇങ്ങനെ ആ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. കേശവന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി കേശവന്റെ പേജിൽ കയറിയാൽ മതി. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുവരെ ബൈ. വെണ്ണിലവും പൊന്നിനതിയും കന്നിയിൽ തുണയിன்றி என்ன சுகம் இங்கு படைக்கும் பெண்மையில் சுகமன்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சுற்றி வரும் செய்யும் விழியும் சுந்தர மொழிகள் கன்னி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி சுவை இருந்தால் முழுதும் கசக்கும் மொழியினில் நடையினில் உடையினில் அதிசய சுகம் தரும் மரங்கிவள் பிறப்பிதுதான்.